റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഖിർ സമാനിന്റെ അടയാളം പറഞ്ഞു. യൽതഖിർ റജുലു വൽ മർഅതു ഫയുവാഖിഉഹാ ഫീ വസതി തുരീഖ്. ഒരാളൊരു പെണ്ണിനെ കണ്ടാൽ വഴിയിൽ വെച്ച് ലൈംഗികമായ പ്രവൃത്തി ചെയ്യുന്നൊരു കാലം എന്റെ ഉമ്മത്തിന് വരാനുണ്ട്. ലാ യജിദു മൻ യൻഹാ, ഇത് ചെയ്യല്ലേ എന്ന് അവരെ നോക്കി പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത കാലം വരും. കമ്മ്യൂണിസ്റ്റുകളായിട്ടും അല്ലാത്തവരായിട്ടും സെക്സ് വർക്കേഴ്സായിട്ടും അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആളുകൾ ഇറങ്ങി പുറപ്പെടാൻ, മനുഷ്യന് തോന്നിവാസം ചെയ്യാം എവിടെ വെച്ചും എങ്ങനെയും എന്ന് പറയുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം അങ്ങാടികളിൽ, ബസ് സ്റ്റാൻഡിലെ, ടാക്സി സ്റ്റാൻഡുകളിൽ, തെരുവുകളിൽ, പട്ടാപ്പകലിൽ പച്ചയായി വ്യഭിചാരം നടക്കുന്ന കാലം വരും. ആളുകൾ നടന്നു പോകുന്നു, വാഹനം കടന്നു പോകുന്നു. ഒരു ലവലേശം ലജ്ജയില്ലാതെ തിന്മ നടക്കുന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഹബീബ് പറഞ്ഞു, ഹത്താ യകൂന ഖൈറൻ നാസി മൻ യഖൂലു ലഹു ലൗ വറൈതഹാ ഖൽഫൽ ജിദാർ. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്നറിയുമോ? ഇവർ രണ്ടുപേരോടും ഒരു മതിലിന്റെ അപ്പുറത്തേക്ക് മാറി നിന്നൂടെ എന്ന് ഇവരോട് പറയുന്നവൻ ആ ഉമ്മത്തിൽ ഖൈറായ മനുഷ്യനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ വലിയ നന്മകളാണ് അത്രേ പറയുള്ളൂ. ഒന്ന് മാറിന്നൂടെ, ഒരു മതിലിന്റെ മറവിലേക്ക് മാറിക്കൂടെ എന്ന് പറയാൻ പോലും ആളില്ലാത്ത കാലഘട്ടം ഉമ്മത്തിന് വരാൻ പോകുന്നുണ്ട്. അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. എന്താ അതിന്റെയൊക്കെ അവസ്ഥ? നന്മകൾ പറഞ്ഞു കൊടുക്കാനും തിന്മ വിരോധിക്കാനും, നന്മയിലേക്ക് ആളെ വിളിക്കാനും തിന്മയെ വിരോധിക്കാനും തിന്മയെ നിഷ്കാസനം ചെയ്യാനും ആരും തയ്യാറാവാത്തൊരു കാലഘട്ടം ഈ ഉമ്മത്തിന്റെ നാശമാണ് വിളിച്ചറിയിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകൾ പഠിക്കുന്നത് അങ്ങനെയാണ്. എന്തിനാണ് പഠിക്കുന്നത്? അത് പ്രാവർത്തികമാക്കാൻ. എങ്ങനെയാണത് അറിയാം? ഈ ഹദീസ് പഠിപ്പിക്കുന്ന ആരാണ്? മുത്ത് റസൂലുള്ളാഹിയാണ്. ഖുർആൻ ആരുടെ വാക്കാണ്? ഈ ലോകം മുഴുവനും പരിപാലിച്ച അല്ലാഹുവില്ലേ, സൃഷ്ടിച്ച സത്താവില്ലേ, ആ സത്താവിന്റെ വചനമാണ് ഖുർആൻ. ഇത് ബോധ്യപ്പെട്ടാൽ സമിഅനാ വഅതഅനാ, ഇത് വരുമില്ല. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. വിശുദ്ധ ഖുർആനിലായി പറഞ്ഞു, ഇന്ന السمع والبصر والفؤاد إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. തീർച്ചയായും മനുഷ്യന്റെ കാഴ്ചയും കേൾവിയും മനസ്സും, മൂന്നെണ്ണം ഏതൊക്കെ? കാഴ്ചയും കേൾവിയും മനസ്സും. ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ഈ മൂന്നിനെ കുറിച്ചും നാളെ ചോദ്യമുണ്ട് എന്ന് അല്ലാഹുവിന്റെ വഹി വരുന്നു. സഹാബത്ത് പറഞ്ഞു, പൊന്നാര നബിയേ, ഞങ്ങൾ കാണുന്നതിനെ കുറിച്ച് ചോദ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ കണ്ടതിനെ കുറിച്ചാണ് ആ ചോദ്യം. കേട്ടതിനെ കുറിച്ച് ചോദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് നബിയെ. കേൾക്കുന്നത് മ്യൂസിക്കോ മോശപ്പെട്ടതോ ഗീബത്തോ നമീമത്തോ ആണെങ്കിൽ ഞങ്ങൾക്കതറിയാം, കുറ്റബോധം അറിയാം. പക്ഷേ ഖൽബിനെ കുറിച്ച് ചോദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നബിയെ ഞങ്ങൾ തകർന്നു പോകുമല്ലോ. ഖൽബിന്റെ ഉള്ളിൽ എന്തൊക്കെ ചിന്തകൾ വരുന്നുണ്ട് നബിയെ. സഹാബത്ത് പറയുന്നത് നബിയോട്, നബിയെ ഞങ്ങളൊന്നും നാവുകൊണ്ട് പറയാൻ പറ്റാത്തത് വരെ ഖൽബിന്റെ ഉള്ളിൽ വരുന്നുണ്ട് അള്ളാഹിനെ പറ്റി നബിനെ പറ്റിയൊക്കെ. ഇബ്ലീസ് മനസ്സിൽ ചില ആൾക്കാർ വസ്വാസം കൊടുക്കുന്നവരുണ്ട്. എങ്ങനെയെന്നറിയോ? നിസ്കരിക്കാൻ നോക്കുമ്പോൾ മോശപ്പെട്ട ചിന്ത വരിക. ഇപ്പൊ ഞാൻ പറയില്ല, പറഞ്ഞ പിന്നെ ഒന്ന് വരാൻ തുടങ്ങി. നമുക്ക് ചിലപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. വസ്വാസ് വരെ അടങ്ങാറായി പോവാ. നാവുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കഴുത്ത് മുറിക്കപ്പെടും നബിയെ. ഞങ്ങൾക്ക് പറയാൻ പാടില്ലാത്തത്, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ള ചിന്തകളൊക്കെ മനസ്സിലിങ്ങനെ കയറി വരും. പിന്നെ പറയും അസ്തഗ്ഫിറുല്ലാഹ്. മനസ്സിലിങ്ങനെ കയറി വരും, അറിയാതെ വരുന്നത്. ആലോചിച്ചു കൊണ്ടുനടക്കുന്ന ചിന്തകളല്ല, അറിയാതെ ഇബ്ലീസ് കൊണ്ടുവരുന്നത്. ഹബീബായ തങ്ങൾ പറഞ്ഞു, അവതഖൂലൂന, നിങ്ങൾ പറയുകയാണോ, കമാ ഖാല ബനൂ ഇസ്രായീൽ മൂസാ അലൈഹിസ്സലാം, ഇസ്രായേൽ മക്കള് മൂസ നബിയോട് പറഞ്ഞ പോലെ നിങ്ങൾ പറയുകയാണോ? സമിഅനാ
വഅസൈനാ. ഞങ്ങൾ കേട്ടു മൂസ നബിയെ, പക്ഷെ ഞങ്ങൾ എടുക്കൂല കേട്ടോ എന്ന് മൂസ നബിയോട് പറഞ്ഞ പോലെ നിങ്ങൾ പറയുകയാണോ? ഖൂലൂ സമിഅനാ വഅതഅനാ, സമിഅനാ വഅതഅനാ എന്ന് പറയണം സഹാബത്തെ. ഞങ്ങൾ കേട്ടു അല്ലാഹ്, ഞങ്ങൾ അനുസരിച്ചു. നിനക്കാണ് അധികാരം, ഖൽബ് തന്നത് നീയാണ്. ആ ഖൽബിന്റെ ഉള്ളിലെ ചിന്തകൾക്ക് ചോദ്യമുണ്ട് എന്ന് നീ പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിച്ചു അല്ലാഹ് എന്ന് പറഞ്ഞേക്കണം എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉത്തരവ് വരുമ്പോൾ സ്വഹാബത്ത് പറഞ്ഞു സമിഅനാ വഅതഅനാ വഖാലൂ سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت. آمن الرسول ആയത്തിറങ്ങാണ്. സ്വഹാബത്ത് പറഞ്ഞു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു നബിയെ, ഞങ്ങൾ അനുസരിച്ചു നബിയെ എന്ന് പറഞ്ഞപ്പോഴേക്കും വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയായി. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. നിങ്ങളുടെ ശരീരത്തിന് ചെയ്യാൻ കഴിയാത്തത് അല്ലാഹു നിങ്ങളോട് ചെയ്യാൻ പറയില്ല. ഖൽബിലേക്ക് കയറി വരുന്ന ചിന്തകൾ, ഖൽബിന്റെ ഉള്ളിലൂടെ കയറി വരുന്നത്, അത് പിടിച്ചു നിർത്താൻ പറ്റാത്തത് അല്ലാഹു നിങ്ങളോട് ചോദിക്കൂല. നിങ്ങളാൽ താലോലിച്ച് ചിന്തിച്ചുണ്ടാക്കുന്ന ചിന്തകൾക്ക് കുറ്റമുണ്ട് എന്നല്ലാതെ മനസ്സിലേക്ക് കയറി വരുന്നതിന് വസ്വാസ് എന്നാണ് പറയാ. അതിന് കുറ്റമില്ല എന്ന ആ ഖൽബിനെ കുറിച്ച് ചോദ്യമുണ്ട് എന്ന വിഷയത്തിൽ ഇളവല്ലാഹു ഇറക്കി തരുന്നത് ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ്. ആ അനുസരണം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു പ്രൈസ് ലിസ്റ്റ് മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. പറ്റുന്ന ആളുകൾ ഭക്ഷ്യവസ്തുക്കൾ സംഭാവന ചെയ്യണം. ഒരു വർഷത്തേക്ക് 132 ചാക്ക് അരിയാണ് വേണ്ടത്. പച്ചരി 50 ചാക്കും പഞ്ചസാര 50. ഇതാണ് നമ്മുടെ ഒരു 70 കുടുംബങ്ങൾക്ക് നൽകുന്ന നമ്മുടെ ഖായിദെ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പദ്ധതി. അപ്പൊ അതിന്റെ കൂപ്പൺ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളത് സ്വീകരിക്കണം. കഴിവിന്റെ പരമാവധി അത് വിജയിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴേക്കും സമിഅനാ, ഞങ്ങൾ അനുസരിച്ചു. അല്ലാഹു പറഞ്ഞോ നബിയെ, അത് പറഞ്ഞപ്പോഴാണ് വിശുദ്ധ ഖുർആൻ ഒരു ഇളവ് നൽകുന്നത്. എക്സ്ക്യൂസ്, എന്തേ? നിങ്ങളുടെ ഖൽബിലേക്ക് വരുന്ന മുഴുവൻ ചിന്തകളെ പറ്റി അല്ലാഹു ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റാതെ നിങ്ങൾ അറിയാതെ വരുന്നത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിന്റെ അഹ്കാമുകളോട്, വിധികളോട് നമുക്കൊരു സമീപനം വേണം. അല്ലാഹു നമുക്കത് തരട്ടെ.